നമസ്കാരം. ഡെയിലി ന്യൂസ് അനാലിസിസ് സ്വാഗതം. നമുക്ക് ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്നത്തെ ന്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. സോ ഈ 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസും നമ്മുടെ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലും അതുപോലെ മെയിൻസിന്റെ പെർസ്പെക്റ്റീവിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 2 ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് നമുക്കുള്ളത്. ഒന്ന് ഈ പറഞ്ഞ പോലെ എക്കണോമിക്സും അതുപോലെ ഗവേണൻസിന്റെ പെർസ്പെക്റ്റീവിലാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഈ 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസും നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇവിടെയുള്ള ഫസ്റ്റ് ആർട്ടിക്കിൾ നോക്കുവാണെങ്കിൽ വിൻഫോൾ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. സോ വിൻഫോൾ ടാക്സ് എന്താണ്, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിലാണ് സർക്കാർ വിൻഫോൾ ടാക്സ് ചെയ്യുന്നത്, മീൻസ് ഈ പറഞ്ഞ പോലെ ഈടാക്കുന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും ആ ഒരു ടോപ്പിക് എന്ന് പഠിക്കാനുള്ളത്. ഒരു പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവുള്ള ആർട്ടിക്കിളോട് തന്നെയാണ്. സോ തന്നെ ആ ഒരു ആർട്ടിക്കിൾ നമ്മൾ എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്യുന്ന ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും. രണ്ടാമത്തെ ആർട്ടിക്കിൾ ഗോൾഡ് ഇമ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഗോൾഡിന്റെ ഇമ്പോർട്സ് നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചിരിക്കുന്നു എന്ന രീതിയിലേക്ക് ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കാരണമായ ഒരു പോയിന്റ് നമ്മൾ ഇതിന് മുമ്പത്തെ ഈ പറഞ്ഞ DNA ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇപ്പം അതിനെ വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ ആ ഒരു ഇൻസിഡന്റിന് ശേഷം പറയുവാണെങ്കിലാണ് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഈ പറഞ്ഞ പോലെ ഡേറ്റ പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രാജ്യത്തേക്കുള്ള ഗോൾഡിന്റെ ഇമ്പോർട്ട് വലിയ രീതിയിൽ വർദ്ധിക്കുകയും അതുമൂലം ഈ പറഞ്ഞ നമുക്ക് ചെറിയ ഡെഫിസിറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നമുക്ക് അവിടെ പഠിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ഇങ്ങനത്തെ ഒരു ഡെഫിസിറ്റ് ഒക്കെ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് ഇംപ്ലിക്കേഷൻസ് ആണ് പൊതുവിൽ ഉണ്ടാകാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക് ഒക്കെ നമുക്ക് പ്രധാനമായിട്ട് അവിടെ പഠിക്കാനുണ്ട്. അവിടെ ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലും അതുപോലെ മെയിൻസിന്റെ പെർസ്പെക്റ്റീവിലും പഠിക്കാനുണ്ട്. രണ്ടായാലും ഈ പറഞ്ഞ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്നതുകൊണ്ടാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂ ആ ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ മൂന്നാമത്തെ ടോപ്പിക് ഒരുപക്ഷെ നിങ്ങൾ ഇന്നലത്തെ തന്നെ നാഷണൽ ഹെഡ്ലൈൻസിന്റെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ഇത് തന്നെയായിരുന്നു. കെജ്രിവാൾ ഈ പറഞ്ഞ പോലെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം ഈ പറഞ്ഞ പോലെ രാജിവെക്കാൻ പോകുന്നു. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ഡൽഹിയുടെ പുതിയ ചീഫ് മിനിസ്റ്ററായിട്ട് അതിഷി ഈ പറഞ്ഞ പോലെ പുതിയ ഡൽഹിയുടെ ചീഫ് മിനിസ്റ്ററായിട്ട് മാറാൻ പോകുന്നു എന്ന രീതിയിലേക്ക് വാർത്ത വരുന്നുണ്ട്. സോ എനിവേ ആ ഒരു ടോപ്പിക് നമ്മൾ പൊളിറ്റിയുടെ പെർസ്പെക്റ്റീവിലാണ്, ഗവർണൻസിന്റെ പെർസ്പെക്റ്റീവിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2ന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു ടോപ്പിക് നമ്മൾ പഠിക്കുമ്പോഴേക്കും മെയിൻലി നമുക്കിപ്പോൾ ഡൽഹി എന്ന് പറയുമ്പോൾ നമുക്കറിയാം യൂണിയൻ ടെറിട്ടറി ആണ്. പക്ഷേ ഇന്ത്യയിലുള്ള മറ്റ് യൂണിയൻ ടെറിട്ടറി പോലെയല്ല, ഒരു പ്രത്യേക പദവി, ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് ഡൽഹിക്ക് നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്, അല്ലെങ്കിൽ ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ടിലൂടെയാണ് നമ്മൾ ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഡൽഹിക്ക് ആ പദവി നൽകിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വിശദമായിട്ടും ആ ഒരു ആർട്ടിക്കിളിനാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ദെൻ നാലാമത്തെ ആർട്ടിക്കിൾ ഡെത്ത് പെനാൽറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് നമ്മുടെ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. അതായത് ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഡെത്ത് പെനാൽറ്റിയുടെ അളവുകൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതേ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഡെത്ത് പെനാൽറ്റിയുടെ കാര്യങ്ങൾ വളരെയധികം ഈ പറഞ്ഞ പോലെ മീൻസ് നമ്പർ ഓഫ് ഡെത്ത് പെനാൽറ്റീസ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ കുറച്ച് പോയിന്റ് ഓഫ് വ്യൂ ആണ് ഈ ഒരു ആർട്ടിക്കിൾ, എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണത്. ഗവർണൻസിന്റെ പെർസ്പെക്റ്റീവിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2ന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ പിന്നെ ലാസ്റ്റ് ഈ 4 ടോപ്പിക്സും ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്നും പതിവ് പോലെ തന്നെ ചെയ്യാറുള്ള പോലെ തന്നെ ഈ 4 ടോപ്പിക്കുമായിട്ട് പ്രധാനപ്പെട്ട ഒരു പ്രിലിംസ് ബേസ്ഡ് MCQ കൂടെ സോൾവ് ചെയ്തായിരിക്കും നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്തേക്കാം. സോ ഫസ്റ്റ് ടോപ്പിക്കാണ് വിൻഫോൾ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട്. വിൻഫോൾ ടാക്സ് ഓൺ ക്രൂഡ് ഓയിൽ കട്ട് ടു സീറോ എന്നുള്ളതാണ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. അതായത് ഇനി മുതൽ ക്രൂഡ് ഓയിൽ മേഖലയിൽ വിൻഫോൾ ടാക്സ് സർക്കാർ ചാർജ് ചെയ്യത്തില്ല എന്നുള്ള രീതിയിലാണ് വാർത്ത വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായി പഠിക്കാനുള്ളത് എന്താണ് വിൻഫോൾ ടാക്സ്, എന്നുള്ള പഠിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒറ്റ വാക്കിൽ എന്താണ് വിൻഫോൾ ടാക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള പ്രോഫിറ്റുകൾ ഉണ്ടാക്കുമ്പോഴേക്കും അതിന്മേൽ സർക്കാർ ടാക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വിൻഫോൾ ടാക്സ് എന്ന് ബേസിക്കലി പറയുന്നത്. അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള നമ്മുടെ പ്രോഫിറ്റുകളെ വേണമെങ്കിൽ വിൻഫോൾ പ്രോഫിറ്റ് എന്ന് പറയാം. അത്തരത്തിലുള്ള വിൻഫോൾ പ്രോഫിറ്റുകളെ സർക്കാർ ടാക്സ് ചെയ്യുന്നതിനെയാണ് എന്തായിട്ട് വിളിക്കുന്നത്, വിൻഫോൾ ടാക്സ് എന്ന് പറയുന്നു. വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ വേണമെങ്കിൽ ഇതിനെ പറയാനായിട്ട് സാധിക്കും. വേറൊന്നുമില്ല, ഇപ്പം നോർമലി നമ്മളിപ്പോൾ ഒരു കമ്പനി റൺ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ഒക്കെ റൺ ചെയ്യുന്ന വിചാരിക്കാം. അവിടെ ഉണ്ടാകുന്ന പ്രോഫിറ്റ് രണ്ട് രീതിയിലാകാം. ഒന്ന് നമ്മുടെ അധ്വാനത്തിന്റെ ഭാഗമായിട്ട്, മീൻസ് നമ്മൾ എന്തെങ്കിലും സ്ട്രാറ്റജിക്കലി തീരുമാനങ്ങൾ എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിലെ വർക്കേഴ്സ് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ പ്രോഡക്റ്റിന് കൂടുതൽ ഡിമാൻഡ് വരുന്നു. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ആ കമ്പനിയിൽ ഒരു നോർമൽ പ്രോഫിറ്റ് ഉണ്ടാകാം. ഇത് നമ്മുടെ വർക്കിന്റെ അല്ലെങ്കിൽ നമ്മുടെ കഠിനാധ്വാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഉണ്ടായ പ്രോഫിറ്റ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷേ ചില കമ്പനികൾ, മീൻസ് ചില സെക്ടേഴ്സ്, എക്കണോമിയിലെ ചില സെക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. അപ്പം നമ്മുടെ ഇപ്പോൾ രാജ്യത്തൊക്കെയുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പെട്രോൾ അല്ലെങ്കിൽ ഡീസലൊക്കെ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിന്റെ റോ ഫോമാറ്റ് ആയിട്ടുള്ള ക്രൂഡ് ഓയിൽ ആയിക്കോട്ടെ, അധികമൊന്നും നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. നമ്മൾ കൂടുതൽ എന്താ ചെയ്യുന്നത്, വിദേശത്ത് നിന്നൊക്കെ തന്നെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഒരു എക്സാമ്പിൾ ആണ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഒരു 10 ദിവസത്തേക്കുള്ള കുറച്ച് എണ്ണ ഈ പറഞ്ഞ പോലെ ഇറാനിൽ നിന്നും മേടിക്കാന്ന് വിചാരിക്കുക. ഒരു 10 ദിവസത്തേക്കുള്ള എണ്ണ നമ്മൾ മേടിക്കുകയാണ്, ക്രൂഡ് ഓയിൽ മേടിക്കുകയാണ്. നമ്മൾ ഇന്ന് മേടിച്ചത് ഒരു ടൺ ക്രൂഡ് ഓയിലിന്, അല്ലെങ്കിൽ 1 ലിറ്റർ ക്രൂഡ് ഓയിലിന് ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ റുപ്പി 100 രൂപയ്ക്കായിരിക്കും നമ്മൾ ഇന്ന് ഇറക്കുമതി എന്ന് വിചാരിക്കാം. അത് നമ്മൾ 10 ദിവസത്തേക്കാണ് ഇറക്കുമതി ചെയ്തത്. നമ്മളിന്ന് ഇറക്കുമതി ചെയ്തു, നാളെ ഈ സാധനം ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അന്താരാഷ്ട്ര മാർക്കറ്റിൽ എന്തോ ചില ഇൻസിഡൻസ് കാരണം, ഇപ്പം ഉദാഹരണം പറയുവാണെങ്കിൽ റഷ്യ ഉക്രൈൻ വാർ മൂലമൊക്കെ വിചാരിച്ചു, അങ്ങനെ ഇൻസിഡന്റ് മൂലം ഈ പറഞ്ഞ പോലെ ഗ്ലോബൽ മാർക്കറ്റിൽ ഓയിലിന്റെ ഈ പറഞ്ഞ പോലെ പ്രൈസ് റൈസ് ആയി. കാരണം ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഒക്കെ വരുമ്പോഴേക്കും പ്രൈസ് റൈസ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതിന് മുമ്പാണ് ഇന്നാണ് നമ്മൾ പ്രൊക്യൂർ ചെയ്തത്, ആ ഓയിൽ പ്രൊക്യൂർ ചെയ്ത് കാരണം നമുക്ക് 1 ലിറ്ററിന് ഈ പറഞ്ഞ പോലെ 100 രൂപ നിരക്കിൽ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. നാളെ മുതൽ ഈ വാർ കാരണം 100 രൂപയ്ക്ക് ആയിരിക്കത്തില്ല, ആ ഒരു വില തീർച്ചയായിട്ടും കൂടാൻ ഇടയാക്കും. 1 ലിറ്ററിന് ചിലപ്പോൾ 120
രൂപയിലേക്ക് ചിലപ്പോൾ വില വർദ്ധിച്ചേക്കാം. എന്തായാലും അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇതിന്റെ പ്രൈസും ചേഞ്ച് ചെയ്യും. ബിക്കോസ് നമ്മുടെ ഇവിടുത്തെ പെട്രോളിയത്തിന്റെ ഉൽപ്പന്നങ്ങളുടെ നിലവിലെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ മാർക്കറ്റിലെ പ്രൈസുമായിട്ട് ക്ലബ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അവിടെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെയും ഇൻക്രീസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ നോക്കിയേ, 100 രൂപയ്ക്ക് നമ്മൾ ഇന്ന് ഇറക്കുമതി ചെയ്തു, നാളെ തൊട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഒരു ഇൻസിഡന്റ് മൂലം 120 രൂപയ്ക്ക് അത് വിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മളൊരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കുക. ആ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു അധ്വാനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രോഫിറ്റ് അല്ല, പുറത്തുണ്ടായ ഒരു ഇൻസിഡന്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ ആ പ്രോഡക്റ്റിന് വില കൂടി. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന പ്രോഫിറ്റുകളെയാണ് നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള പ്രോഫിറ്റുകൾ അല്ലെങ്കിൽ വിൻഫോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നു. അത്തരത്തിലുണ്ടാകുന്ന അൺഎക്സ്പെക്ടഡ് പ്രോഫിറ്റുകളെ സർക്കാർ ടാക്സ് ചെയ്യും. ഇതിന് പറയുന്ന പേരാണ് വിൻഫോൾ ടാക്സ്. അപ്പോൾ ഇത്രയൊന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ക്രൂഡ് ഓയിൽ മേൽ കുറച്ച് വിൻഫോൾ ടാക്സ് ഉണ്ടായിരുന്നു. അതിനി മുതൽ സീറോ ആക്കി മാറ്റിയിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഏതുതരം പ്രൊഡക്റ്റുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലേക്കാണ് ബേസിക്കലി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പെട്രോളിയം, ഇപ്പോൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പെട്രോളിയം പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്കറിയാം പ്രൈസ് വിദേശ മാർക്കറ്റുമായിട്ട് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദേശ മാർക്കറ്റിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഇവിടുത്തെ പെട്രോളിയത്തിന്റെ പ്രൈസിനെയാണെങ്കിൽ റൈസ് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ ഇതിനെല്ലാം ഇത്ര നാളും സർക്കാർ ടാക്സ് ചെയ്യുമായിരുന്നു. ഇനി മുതൽ അതിന് ടാക്സ് കൊടുക്കണ്ട എന്നുള്ളതാണ് ഈ വാർത്തയിലൂടെ സൂചിപ്പിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ? ഇതുപോലുള്ള സമാനമായ ഒരു വാർത്ത നമ്മൾ നേരത്തെ ഈ വർഷത്തെ ഫുൾ ബഡ്ജറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഏഞ്ചൽ ടാക്സ് സർക്കാർ അബോളിഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടപ്പുകളുടെ മേലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേക്കും അവരൊരു ഫെയർ പ്രൈസിന് മുകളിലൊക്കെ നമ്മൾ ഷെയർ വാങ്ങിക്കൂട്ടി കഴിഞ്ഞാൽ അതിന് മുകളിൽ കൊടുക്കേണ്ടതാണ് ഈ ഒരു ഏഞ്ചൽ ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏഞ്ചൽ ടാക്സ് സർക്കാർ ഈ വർഷത്തെ ബഡ്ജറ്റിനകത്ത് അബോളിഷ് ചെയ്തു. അതുപോലെ തന്നെ ഒരു നീക്കമായിട്ട് നമുക്ക് ഇതിനെ പറയാം, വിൻഫോൾ ടാക്സും സർക്കാർ ഇനി മുതൽ സീറോ ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നമ്മുടെ രാജ്യത്തെ ഇൻഡസ്ട്രീസിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, മാനുഫാക്ചറിങ് മേഖലയുടെ അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടറിന്റെ ഒരു ഗ്രോത്തിലേക്ക് ഇത് കൈവരിച്ചേക്കും. കാരണം ബിക്കോസ് കൂടുതൽ പ്രോഫിറ്റുകൾ കമ്പനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് കണ്ടു കഴിയുമ്പോഴേക്കും ആ മേഖലയിൽ കൂടുതൽ കമ്പനികൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുവഴി നമുക്ക് കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇങ്ങനെയുള്ള നീക്കങ്ങളുടെ സർക്കാർ പ്രതീക്ഷിക്കുന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. സോ എനിവേ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് റിവിഷൻ ഇവിടെ ഈ ഒരു ന്യൂസിന്റെ ഏറ്റവും ലാസ്റ്റത്തെ പാരഗ്രാഫ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ ഈ പറഞ്ഞ ഓഗസ്റ്റ് ഈ പറഞ്ഞ പോലെ 31 തീയതി ഈ പറഞ്ഞ പോലെ വിൻഫോൾ ടാക്സ് പെട്രോളിയം ഉൽപ്പന്നത്തിന് മേൽ ഒരു ടണ്ണിന് 1850 രൂപയായിരുന്നു. അതാണ് ഇനി മുതൽ നില്ലാക്കി മാറ്റിയിരിക്കുന്ന കാര്യം ഓർക്കാം. അപ്പോൾ ഇവിടുന്ന് ഉണ്ടാകുന്ന ഒരു ഡ്രോബാക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം പോസിറ്റീവ് എഫക്ട് നമ്മൾ പറഞ്ഞു, ഒരുപാട് എംപ്ലോയ്മെന്റ് ഒക്കെ തന്നെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. പക്ഷെ ഉണ്ടാകാൻ പോകുന്ന ഒരു നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരിന്റെ വരുമാനം അത് കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ മാർഗ്ഗത്തിലൂടെ സർക്കാരിന് കിട്ടിയ വരുമാനം ഇനി മുതൽ ഇല്ലാതാകാൻ പോവുകയാണ്. ബട്ട് കൂടുതൽ കമ്പനികളൊക്കെ വരുമ്പോഴേക്കും അവരൊക്കെ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള കോർപ്പറേഷൻ ടാക്സും കാര്യങ്ങളൊക്കെ സർക്കാരിന് കിട്ടുമ്പോൾ ഈ കിട്ടുന്ന ഇൻകത്തിനെ നമുക്കൊന്ന് ബൈപ്പാസ് ചെയ്ത് അത് നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ കിട്ടിയേക്കും എന്നുള്ളതാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, സോ എന്തായാലും ഇത്രയും കാര്യം ഓർത്തിരിക്കാം. ഇതിന്റെ വിശദമായ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ എന്താണ് വിൻഫോൾ ടാക്സ് എന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് എ ടാക്സ് ലെവിഡ് ബൈ ഗവൺമെന്റ്സ് അഗെയിൻസ്റ്റ് സർട്ടൻ ഇൻഡസ്ട്രീസ് വെൻ എക്കണോമിക് കണ്ടീഷൻസ് അലോ ദോസ് ഇൻഡസ്ട്രീസ് ടു എക്സ്പീരിയൻസ് സിഗ്നിഫിക്കൻറ്റ്ലി എബവ് ആവറേജ് പ്രോഫിറ്റ്സ് ഓർ അൺഎക്സ്പെക്ടഡ് റൈസ് ഇൻ പ്രോഫിറ്റ്സ്. ഇതിനെ ടാക്സ് ചെയ്യുന്നതിന്റെ പേരാണ് വിൻഫോൾ ടാക്സ്. ഇത് മെയിൻലി സർക്കാർ ചാർജ് ചെയ്യുന്നത് സർട്ടൻ സെക്ടേഴ്സിനെയാണ്, സച്ച് ഓയിൽ, ഗ്യാസ് ആൻഡ് മൈനിങ് മേഖലകളിലെയാണ് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള വിൻഫോൾ ടാക്സ് സർക്കാർ ഏർപ്പെടുത്താറുള്ളത്. ഇത്രയൊന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2300 ഒക്കെ ഉണ്ടായിരുന്നു. അത് പിന്നീട് റിവൈസ് ചെയ്തിട്ടാണ് 1850 ആക്കിയത്. അത് പിന്നീട് ഇപ്പോൾ റിവൈസ് ചെയ്ത് എങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു? ഈ ഒരു സീറോ, ഇനി മുതൽ നില്ലാണ്. ഇനി മുതൽ വിൻഫോൾ ടാക്സ് ഇല്ല. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഇനി മുതൽ ഈ പറഞ്ഞ പോലെ വിൻഫോൾ ടാക്സ് ആയിരിക്കും സർക്കാർ ഏർപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് എന്താണ് വിൻഫോൾ ടാക്സ് എന്നുള്ള കാര്യം എന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക, ഏതൊക്കെ സെക്ടേഴ്സിലാണ് അത് അപ്ലൈ ചെയ്യുന്നത്. സോ ഇത് നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ തന്നെയാണ്. കാരണം പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലും മെയിൻസിന്റെയും പെർസ്പെക്റ്റീവിലും നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിനെ പഠിക്കാനായിട്ട് സാധിക്കും. ഗോൾഡ് ടൈഡ് ലിഫ്റ്റ് ഇമ്പോർട്ട്സ് ടു റെക്കോർഡ്സ് ഹൈ എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അതായത് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഡേറ്റയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഇന്ത്യയുടെ എക്സ്പോർട്ട് ഷ്രാങ്ക് ചെയ്തു, മീൻസ് കുറഞ്ഞു. 9.32% ഇന്ത്യയുടെ എക്സ്പോർട്ട് കുറഞ്ഞിട്ടുണ്ട്. ടു 34.71 ബില്യൺ US ഡോളറിന്റെ എക്സ്പോർട്ടാണ് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ കൈവരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ നമ്മുടെ ഇമ്പോർട്ട് ആയിക്കോട്ടെ അത് ഓൾ ടൈം ഹൈ ആണ്, വിച്ച് ഇസ് നത്തിങ് ബട്ട് 64.36 ബില്യൺ US ഡോളറിലേക്ക്. അപ്പോൾ നോക്കി, ഓൾമോസ്റ്റ് പറയുവാണെങ്കിൽ 30 ബില്യൺ US ഡോളറിന്റെ ഡെഫിസിറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടും എക്സ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ ഡെഫിസിറ്റ് എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എക്സ്പോർട്ട് ആകപ്പാടെ കിട്ടി, അല്ലെങ്കിൽ ഇതിന്റെ വരുമാനത്തിന് ജസ്റ്റ് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ പറയുവാണെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് 34.71 ബില്യൺ US ഡോളറിന്റെ വരുമാനം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് കിട്ടി. എന്നാൽ ഇതേ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് പോയത്, മീൻസ് വാട്ട് വി imported was $64.36 ബില്യൺ US ഡോളറിൻ്റെയാണ്. 64.36 ബില്യൺ US ഡോളർ നമ്മൾ ഇറക്കുമതി ചെയ്തു. അപ്പോൾ ഓൾമോസ്റ്റ് പറയുവാണെങ്കിൽ ഒരു 30 ബില്യൺ US ഡോളറിന്റെ ഡെഫിസിറ്റ്, പുറത്തേക്ക് പൈസ പോയ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത്രയും ഹയസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ട് വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണത്തിന്റെ ഇറക്കുമതി തന്നെയാണ്. സ്വർണ്ണത്തിന്റെ ഇറക്കുമതി കൂടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഈ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പുള്ള DNA ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സ്വർണ്ണത്തിന്റെ ഇമ്പോർട്ട് ടാക്സ് സർക്കാർ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇമ്പോർട്ട് ടാക്സ് റെഡ്യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സ്വർണ്ണത്തിന്റെ വില കുറയുകയും അപ്പോൾ ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ പോലെ സ്വർണ്ണം വാങ്ങാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. വിച്ച് ബൂസ്റ്റഡ് ദി ഇമ്പോർട്ട് ഓഫ് ഗോൾഡ്. ആ ഒരു ഇമ്പോർട്ട് കൂടിയതാണ്, സ്വർണ്ണത്തിന്റെ ഇറക്കുമതി കൂടിയതാണ്. നമ്മുടെ സ്വർണ്ണത്തിന്റെ മാത്രം ഈ പറഞ്ഞ മൊത്തം $64.36 ബില്യൺ ഇമ്പോർട്ട് ചെയ്തു. അതിൽ തന്നെ സ്വർണ്ണത്തിന് തന്നെയുണ്ട് $10.1 ബില്യൺ. അപ്പോൾ അത് ആ ഒരു വർധനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രത്തോളം ഓൾ ടൈം ഹൈ ഇമ്പോർട്ടാക്കി മാറ്റാൻ ഇടയാക്കി എന്നുള്ള കാര്യം നോക്കുക. അതുവഴി ട്രേഡ് ഡെഫിസിറ്റ് അപ്രോക്സിമേറ്റ്ലി $30 ബില്യൺ നമ്മൾ പറഞ്ഞു. അത് കുറച്ചുകൂടെ ആക്യുറേറ്റ് പറയുകയാണെങ്കിൽ $29.65 ബില്യൺ 10 മന്ത് ഹൈ ഡേറ്റ ആയിട്ട് ഇപ്പോൾ ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കുള്ള പ്രശ്നങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ എക്സ്പോർട്ട് കുറയുകയും അതല്ലെങ്കിൽ ഇന്ത്യയുടെ ഇമ്പോർട്ട് വർദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഡോളറിന്റെ ഡിമാൻഡ് കൂടും. കാരണം ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഡോളർ വേണമല്ലോ പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട്. സോ ഡോളറിന്റെ ഡിമാൻഡ് വർദ്ധിക്കും. സോ ഡോളറിന്റെ ഡിമാൻഡ് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഡോളറിന്റെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്യും. നേരെ തിരിച്ച് ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂവിന് എന്ത് സംഭവിക്കും? ഡിപ്രീസിയേഷൻ സംഭവിക്കും. ഇന്ത്യൻ റുപ്പി ഡിപ്രീഷിയേറ്റ്സ് അഗെയിൻസ്റ്റ് ഡോളർ. അതായത് ഇന്ന് $1 80 ആണെങ്കിൽ ഡിപ്രീസിയേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ $1 90 എന്നുള്ള നിലയിലേക്ക് മാറിപ്പോകും. അങ്ങനെ വരുമ്പോഴേക്കാണ് റുപ്പി ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നത്. നമ്മുടെ ഇമ്പോർട്ട് വർദ്ധിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഒരു ഡെഫിസിറ്റ് വൈഡൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് റുപ്പി ഡിപ്രീസിയേഷൻ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിനൊക്കെ തന്നെ അത് നെഗറ്റീവായിട്ട് ബാധിച്ചു. കാരണം ഇന്ത്യക്ക് ഓൾ ഓവർ പറയുവാണെങ്കിൽ മിക്ക സമയങ്ങളിലും കറണ്ട് അക്കൗണ്ടിൽ ഡെഫിസിറ്റ് എന്ന കാര്യം നമുക്കറിയാം. ട്രേഡിന്റെ അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്. അപ്പോൾ ഈ കറണ്ട് അക്കൗണ്ട് കൂടുതൽ ഡെഫിസിറ്റ് ആയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് കൂടുതൽ ഡെഫിസിറ്റിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഒക്കെ തന്നെ ഡിപ്ലീറ്റ് ആകാനുള്ള ചാൻസസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. സോ എനിവേ ഈ ഒരു ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പം പറഞ്ഞ് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു പോയിന്റ് ആണ് എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. കാരണം ഈ ഒരു ടോപ്പിക്ക് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്നുള്ള ചാപ്റ്ററിനകത്താണ് വരുന്നത്. സോ ബാലൻസ് ഓഫ് പേയ്മെന്റ് നമുക്ക് 2 അക്കൗണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ബിക്കോസ് കറണ്ട് അക്കൗണ്ടും അതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ടും. ഇതിനകത്ത് ഏതൊക്കെ പേയ്മെന്റുകളാണ് കറണ്ട് അക്കൗണ്ടിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ഐ മീൻ ട്രേഡ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ്, ഗുഡ്സിൻ്റെയും സർവീസസിനെയും അല്ലെങ്കിൽ ഷോർട്ട് ടേം ട്രാൻസാക്ഷൻസ്, അല്ലെങ്കിൽ ഈ ട്രാൻസാക്ഷൻസിന് പൈസ നമ്മൾ മുടക്കുന്നതുകൊണ്ട് യാതൊരുവിധ അസറ്റുകളോ ലയബിലിറ്റീസോ അങ്ങനെയൊന്നും വരാനായിട്ടുള്ള ഇടവില്ല. കൂടുതലും പറയുകയാണെങ്കിൽ ഷോർട്ട് ടേം ട്രാൻസാക്ഷൻസ് ആണ് കൂടുതലും കറണ്ട് അക്കൗണ്ടിനകത്ത് വരാറുള്ളത്. കൂടുതലും പറയുകയാണെങ്കിൽ ട്രേഡും അതേപോലെ സർവീസസുമാണ്. ട്രേഡ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നത് ഈ പറഞ്ഞ ലോങ് ടേം നേച്ചർ ആയിരിക്കും. അത് കൂടുതലും അസറ്റ് അല്ലെങ്കിൽ ലയബിലിറ്റീസ് ജനറേഷൻസിന്റെ ഭാഗമായിട്ടുള്ള ട്രേഡുകളായിരിക്കും അവിടെ നടക്കുന്നത്. ലൈക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ്, ലോണുകൾ, ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ NRI ഡിപ്പോസിറ്റുകളൊക്കെ ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് വാർത്ത വന്നിരിക്കുന്നത് ഗുഡ്സ് എന്ന് പറയുന്ന കറണ്ട് അക്കൗണ്ടിനകത്തെ വിസിബിളിനാണ് ഗുഡ്സ്, ഇൻവിസിബിൾ എന്ന് പറയുന്നതാണ് സർവീസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് അക്കൗണ്ടിൽ കൂടുതൽ നമ്മൾ ഡെബിസിറ്റ് വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇന്ത്യക്ക് അത്യാവശ്യം കറണ്ട് അക്കൗണ്ട് ഡെബിസിറ്റ് ഉണ്ട്. അവിടെ കൂടുതൽ ഡെബിസിറ്റ് ആയി കഴിഞ്ഞാൽ ഓൾ ഓവർ നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെബിസിറ്റിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ബാലൻസ് ഓഫ് പേയ്മെന്റ് ഓൾ ഓവർ ഡെബിസിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ സീറോ ആക്കി മാറ്റി വെക്കാനായിട്ട് നമുക്ക് RBIയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും RBIയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഡിപ്ലീറ്റ് ആകാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കേണ്ടതുള്ള ഇങ്ങനെയുള്ള ട്രേഡ് വിസിറ്റ് വരുമ്പോഴത്തെ ഇംപ്ലിക്കേഷൻസ്, ഇതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ കറൻസി വാല്യൂവിനെ ഇമ്പാക്ട് ചെയ്യും. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇന്ത്യൻ റുപ്പി ഡോളറിനെതിരെ വീണ്ടും ഡിപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഇന്ത്യയുടെ എക്സ്ചേഞ്ച് റേറ്റ് വോളറ്റൈൽ ആകാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് ഇല്ല സ്റ്റേബിൾ ആവും. ഇന്നിപ്പോൾ 80 രൂപ, നാളെ വീണ്ടും 85 രൂപ, അങ്ങനെ ഒരു വോളറ്റൈൽ എക്സ്ചേഞ്ച് റേറ്റുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഇത് മെയിൻലി പ്രശ്നം സൃഷ്ടിക്കുന്ന ഫോറിൻ ഡെപ്റ്റിനെയാണ്. ബിക്കോസ് നമ്മൾ പുറത്തുനിന്നൊക്കെ തന്നെ കടമെടുത്തിട്ടുണ്ടാവുമല്ലോ. ആ കടമെടുത്ത് തിരിച്ചടയ്ക്കാനായിട്ടൊക്കെ പോകുമ്പോഴേക്കും ഈ കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസ കൊണ്ട് തിരികെ അടയ്ക്കേണ്ട സിറ്റുവേഷൻ വരും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പുറത്തുനിന്ന് $1 കടമെടുത്തത് ഇന്നിപ്പം $1 80 രൂപയായിരിക്കും വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ $1 കൊണ്ട് ഇന്ത്യയിൽ നമ്മൾ എത്തിക്കഴിയുമ്പോഴേക്കും നമുക്ക് 80 രൂപ കിട്ടിക്കോളും. നാളെ ഈ പറഞ്ഞ റുപ്പി ഡിപ്രീഷിയേറ്റ് നിൽക്കുമ്പോഴേക്കും $1 90 കിട്ടും. അപ്പോൾ നാളെ നമ്മളിത് തിരിച്ചടയ്ക്കാൻ പോയി കഴിഞ്ഞാൽ, തിരിച്ചടയ്ക്കുന്ന സാഹചര്യത്തിലാണ്, തിരിച്ചടയ്ക്കാൻ പോയി കഴിഞ്ഞാൽ $1 കൊണ്ടേ കൊടുക്കണമെങ്കിൽ ഇന്ത്യൻ രൂപ 90 നമ്മൾ മുടക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ബോറോയിങ്ങിനൊക്കെ തന്നെ കൂടുതലും ഇമ്പാക്റ്റ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. തിരിച്ചടവിന് ഒരുപാട് പ്രശ്നങ്ങൾ വരും. തിരിച്ചടവ് പ്രധാനമായിട്ടും ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ഒക്കെ തന്നെ കൂടുതൽ കൊണ്ടുപോയി നമ്മൾ തിരിച്ചടയ്ക്കേണ്ട സാഹചര്യങ്ങളൊക്കെ അവിടെ വരാൻ ചാൻസസ് ഉണ്ട്. ദെൻ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിന്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഡിപ്രീഷിയേറ്റ് ചെയ്ത് നിൽക്കുമ്പോഴേക്കും നമ്മുടെ താരതമ്യം ഈ പറഞ്ഞ പോലെ പറയുവാണെങ്കിൽ എക്സ്പോർട്ട് കൂടേണ്ടതാണ്. പക്ഷേ ഇന്ത്യയിൽ പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എപ്പോഴും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ബിക്കോസ് നമ്മുടെ ഇമ്പോർട്ട് കൂടി എന്ന് പറഞ്ഞുകൊണ്ട് നോർമലി തിയറട്ടിക്കലി പറയുവാണെങ്കിൽ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ട് കുറയണം, അതിനെ ഈ പറഞ്ഞ പോലെ ലാഭകരമാക്കാനായിട്ട് കൂടുതൽ എക്സ്പോർട്ട് നടത്തണം എന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷേ ഇതൊക്കെ നമുക്ക് തിയറട്ടിക്കലി പറയാൻ സാധിക്കുള്ളൂ. ആക്ച്വൽ ഇൻ റണ്ണിൽ ഇത് വരണമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കത്തില്ല. ഇന്ത്യൻ എക്കണോമിയിലും കൂടുതൽ അങ്ങനെ തന്നെയാണ് കാണുന്നത്. എന്താ പറയുക, ഇമ്പോർട്ട് നമ്മളെ എസെൻഷ്യൽ ഐറ്റംസ് വീണ്ടും ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് ട്രേഡ് ഇംബാലൻസിലേക്ക് പോകുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ഒരു സാഹചര്യം പ്രശ്നം സൃഷ്ടിക്കുന്ന എവിടെയാണെന്ന്
ചോദിച്ചു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിന് പ്രഷർ ഉണ്ടാക്കും. ബിക്കോസ് ഇവിടുത്തെ സാധനങ്ങളൊന്നും തന്നെ വിറ്റ് പോകാതെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും മാറും. സോ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ഒരുപാടധികം ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെയൊക്കെ തന്നെ ജോലികളൊക്കെ നഷ്ടപ്പെടാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. ദെൻ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. പക്ഷേ ഇതിനകത്തൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് വിദേശത്ത് നിന്ന് ആൾക്കാർ പൈസ കൊണ്ട് ഇങ്ങോട്ട് വരും. ബിക്കോസ് ഇന്ന് അവർക്ക് $1 കൊണ്ട് വന്നു കഴിഞ്ഞാൽ 80 രൂപ കിട്ടുന്നിടത്ത് നാളെ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ $1 കൊണ്ട് വന്നു കഴിഞ്ഞാൽ 90 രൂപ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ ദ ട്രേഡ് ഡെഫിസിറ്റ് ക്യാൻ അട്രാക്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. ആ ഒരു പോയിന്റ് നമുക്ക് ഒരെണ്ണം പറയാൻ പറ്റും. പക്ഷേ ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഒരുപാട് വരുന്ന ലോങ് റണ്ണിൽ നമ്മുടെ ഇവിടുത്തെ എക്കണോമിയുടെ ഫുൾ കൺട്രോൾ വിദേശികളുടെ കയ്യിലാകാനുള്ള ചാൻസസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. പിന്നെ ഇൻഫ്ലേഷണറി പ്രഷർ വരും. ബിക്കോസ് നമ്മൾ അഡീഷണൽ വില കൊടുത്തല്ലേ, ഇന്നിപ്പോൾ $1 മേടിച്ചിരുന്ന സാധനം നാളെ നമുക്ക് വിദേശത്ത് ഇറക്കണമെങ്കിൽ 80 രൂപയ്ക്ക് പകരം 90 രൂപ കൊടുക്കണം. അപ്പോൾ എന്തിലേക്ക് നയിക്കും? ഒരു ഇമ്പോർട്ടഡ് ഇൻഫ്ലേഷനിലേക്ക്, നാട്ടിലെ സാധനങ്ങളുടെ വില വർദ്ധിക്കാനായിട്ട് ഇടയാക്കും എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഇത്രയും പോയിന്റാണ് നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇംപ്ലിക്കേഷൻസ് ഓഫ് ട്രേഡ് ഡെഫിസിറ്റ് ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് പഠിക്കേണ്ടത്. ഇവിടെ ഇപ്പം മെയിനായിട്ട് നമുക്ക് പഠിക്കേണ്ടത് തന്നെയാണ് ഗോൾഡിൻ്റെ ഇമ്പോർട്ട് വർദ്ധിച്ചപ്പോൾ ഓൾ ഓവർ നമ്മുടെ ട്രേഡ് ഇംബാലൻസ് ആയി. ആ ഇംബാലൻസ് കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വരും? മെയിൻലി പറയുവാണെങ്കിൽ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യും. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട അസോസിയേറ്റഡ് ചാലഞ്ചസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഡൽഹി ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. കേജ്രിവാൾ എക്സിറ്റ്സ് ആൻഡ് അതിഷി ടു ബിക്കം ഡൽഹി ന്യൂ CM, ചീഫ് മിനിസ്റ്റർ എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഡൽഹിയുടെ ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബിക്കോസ് നോർമൽ ഒരു എന്താ പറയുക, ഒരു യൂണിയൻ ടെറിട്ടറി പോലെയുള്ള ഒരു സ്ഥലമല്ല ഡൽഹി. ഡൽഹിക്ക് നമ്മൾ സ്പെഷ്യൽ പവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് ആർട്ടിക്കിൾ 69 അമെൻമെന്റ് ആക്ട് ആണ്. 69th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട്, ദാറ്റ് ഇസ് ടു ആർട്ടിക്കിൾ 239AA. ഓക്കെ, 239A എന്നുള്ള ആർട്ടിക്കിൾ മുഖാന്തരം 69th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1991 പ്രകാരം നമ്മൾ ഡൽഹിക്ക് സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സ്പെഷ്യൽ സ്റ്റാറ്റസ് ഡൽഹിക്ക് കൊടുക്കണമെന്ന് റെക്കമെൻഡ് ചെയ്ത ഏത് കമ്മിറ്റിയായിരുന്നു? S. ബാലകൃഷ്ണൻ കമ്മിറ്റി 1987 സെറ്റപ്പ് ചെയ്തത്. അപ്പോൾ ഈ കമ്മിറ്റികളൊക്കെ ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. മേ ബി ഇതർ മാച്ച് ഫോളോയിങ് ഒക്കെ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. സോ S. ബാലകൃഷ്ണൻ കമ്മിറ്റി 1987 സെറ്റപ്പ് ചെയ്ത S. ബാലകൃഷ്ണൻ കമ്മിറ്റി ഏതുമായിട്ട് അസോസിയേറ്റഡ് ആണ്? ഡൽഹിക്ക് സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻസ് ആണ്. അതിലൂടെ വന്നതാണ് 69th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് 1991. അതിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്ത ആർട്ടിക്കിളാണ് 239AA എന്നുള്ള കാര്യം ഓർക്കാം. അപ്പം ഈ ഒരു ആർട്ടിക്കിൾ മുഖാന്തരം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇറ്റ് സീസ് ദാറ്റ് ദ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി വിൽ ഹാവ് ആൻ അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് എ ലെജിസ്ലേറ്റീവ് അസംബ്ലി. നോർമലി നമുക്ക് എല്ലാ യൂണിയൻ ടെറിട്ടറീസിനും ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഇല്ല. ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ള കുറച്ച് യൂണിയൻ ടെറിട്ടറീസ് ആണ്. ഒന്ന് ഡൽഹി, പിന്നെ പറയുവാണെങ്കിൽ പുതുച്ചേരി, പിന്നെ നമുക്കിപ്പം പുതിയതായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റുന്നതാണ് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിലേക്കുള്ള ഇപ്പോൾ ഇലക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും. സോ എനിവേ ഇങ്ങനെയുള്ള ചില യൂണിയൻ ടെറിട്ടറീസിന് മാത്രമേ നമ്മൾ ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഡൽഹി, പുതുച്ചേരി, അതേപോലെ നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീർ, ഇങ്ങനെയുള്ള ചില യൂണിയൻ ടെറിട്ടറീസിന് മാത്രമേ നമ്മൾ ആ ഒരു പ്രത്യേക പദവി കൊടുത്തിട്ടുള്ളൂ. അതിൽ തന്നെ പറയുവാണെങ്കിൽ ഡൽഹിക്ക് പ്രത്യേക പദവിയുണ്ട്. ഈ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ അല്ലെങ്കിൽ ആ പുതുച്ചേരിയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ പോലും കുറച്ച് പ്രത്യേകമായുള്ള കാറ്റഗറിയാണ് ഡൽഹി. ബിക്കോസ് ഡൽഹി നമുക്കറിയാം നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ കൂടിയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഡൽഹിക്ക് നോർമൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി പോലെ തന്നെ നിയമങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് സാധിക്കും. പക്ഷേ നിയമം നിർമ്മിക്കാൻ പറ്റത്തില്ലാത്ത 3 സബ്ജക്ട്സ് ഉണ്ട്. ലൈക്ക് പോലീസ്, പബ്ലിക് ഓർഡർ, ലാൻഡ്. ഈ 3 കാര്യങ്ങളിൽ ഡൽഹിക്കല്ല അധികാരമുള്ളത്. പാർലമെന്റിന്റെ കീഴിലേക്ക് പോകും. സെൻട്രൽ ഗവൺമെന്റ് പാർലമെന്റിന്റെ കീഴിലേക്ക് പോകും. അപ്പോൾ പോലീസ്, പബ്ലിക് ഓർഡർ, ലാൻഡിന്റെ കാര്യത്തിൽ ഡൽഹിക്ക് ഈ പറഞ്ഞ പോലെ ലെജിസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്തതായിട്ട് നോക്കുവാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ദർ ഷാൽ ബി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൺസിസ്റ്റിംഗ് ഓഫ് നോട്ട് മോർ ദാൻ 10% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോർമലി നമ്മുടെ സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മന്ത്രിമാരുടെ എണ്ണമാണ്. മന്ത്രിമാരുടെ എണ്ണം ടോട്ടൽ നിയമസഭയുടെ ഈ പറഞ്ഞ പോലെ ടോട്ടൽ സ്ട്രെങ്തിന്റെ 15% കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഡൽഹിയുടെ കാര്യത്തിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എണ്ണം എത്രയിൽ കൂടാൻ പാടില്ല? ടോട്ടൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മെമ്പേഴ്സിന്റെ 10% കൂടാൻ പാടില്ല. അതായത് 100 പേരാണ് അസംബ്ലിയിൽ ഉള്ളതെങ്കിൽ 10ൽ കൂടാൻ പാടില്ല കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്നുള്ളതാണ് ആ ഒരു പോയിന്റ് കൊണ്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മുടെ സംസ്ഥാനങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ മന്ത്രിമാരെയൊക്കെ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററിനെയൊക്കെ തന്നെ അപ്പോയിന്റ് ചെയ്യുന്നവരാണ് ഗവർണറാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. പക്ഷേ ഡൽഹിയുടെ കാര്യത്തിൽ ചീഫ് മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നവരാണ് പ്രസിഡന്റ്. ചീഫ് മിനിസ്റ്ററെ മാത്രമല്ല അവിടുത്തെ മറ്റ് മന്ത്രിമാരെ ഒക്കെ തന്നെ അപ്പോയിന്റ് ചെയ്യുന്നവരാണ് പ്രസിഡന്റ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേ കേട്ടോ. അപ്പോൾ ഒരു വ്യത്യസ്തമായുള്ള പോയിന്റാണ്. ചീഫ് മിനിസ്റ്റർ ഷാൽ ബി അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ് ആൻഡ് അതർ മിനിസ്റ്റേഴ്സ് ഷാൽ ബി അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓൺ ദ അഡ്വൈസ് ഓഫ് ചീഫ് മിനിസ്റ്റർ ആണ്. ഓക്കെ, ആ ഒരു പോയിന്റും ഡൽഹിയെ വ്യത്യസ്തമാക്കുന്നതാണ്. അപ്പോൾ അത്രയും പോയിന്റാണ് തീർച്ചയായിട്ടും ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് ഓർത്തിരിക്കേണ്ടത്. 239A എന്നുള്ള ആർട്ടിക്കിളാണ്. 69th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് 1991. S. ബാലകൃഷ്ണൻ കമ്മിറ്റി എന്നുള്ള കാര്യം ഓർക്കാം. പോലീസ്, പബ്ലിക് ഓർഡർ, ലാൻഡ്, ഈ 3 കാര്യത്തിൽ ഡൽഹിക്ക് ലെജിസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് എണ്ണം 10% കൂടാൻ പാടില്ല, ദാറ്റ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ദെൻ അപ്പോയിന്റ് ചെയ്യുന്ന ചീഫ് മിനിസ്റ്റർ ഒക്കെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇനി നമ്മൾ ലാസ്റ്റ് ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഡെത്ത് പെനാൽറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ദ കണ്ടിന്യൂയിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡെത്ത് പെനാൽറ്റി. അപ്പോൾ ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷൻ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതിന്റെ ഒരു കമ്പാരിസൺ ആർട്ടിക്കിളാണിത്. ലോകത്ത് മിക്ക രാജ്യങ്ങളിലും ഡെത്ത് പെനാൽറ്റി നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഡെത്ത് പെനാൽറ്റിയിൽ അവാർഡ് ചെയ്യുന്ന കേസുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിൽ മാത്രം ആ കേസുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളോട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എനിവേ
ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുവാണെങ്കിൽ ആദ്യം ഡെത്ത് പെനാൽറ്റി, അല്ലെങ്കിൽ ഇതിന്റെ മറ്റൊരു പേരാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് കേട്ടോ. അപ്പം ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്നതും ഡെത്ത് പെനാൽറ്റി തന്നെയാണ്. Capital punishment is defined as a death penalty ordered by the state owing to commission of a crime. നമ്മൾ എന്തെങ്കിലും വളരെ ഹീനിയസ് ആയിട്ടുള്ള ഈ ക്യാപിറ്റൽ ഒഫൻസുകൾ അല്ലെങ്കിൽ ഡെത്ത് ഹീനിയസ് ആയിട്ടുള്ള ക്രൈമുകളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ അവാർഡ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നമുക്കെതിരെ വിധിക്കപ്പെടുന്നതാണ് ഡെത്ത് പെനാൽറ്റി എന്നുള്ള കാര്യം ഓർക്കുക. എന്തിനാണ് ഇങ്ങനെയുള്ള ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കാനാണ്. ബിക്കോസ് ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും കിട്ടാൻ പോകുന്ന ഇതുപോലുള്ള ഡെത്ത് പെനാൽറ്റി ആയിരിക്കും എന്നുള്ളൊരു എന്താ പറയുക, ഒരു ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു സൂചനയാണ് നമ്മൾ ഇതിലൂടെ കൊടുക്കുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ക്യാപിറ്റൽ പണിഷ്മെന്റിൽ ലോകത്തിലെമ്പാടുമുള്ള സ്റ്റാറ്റസ് നോക്കുവാണെങ്കിൽ 36 കൺട്രീസിലാണ് ഇതിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതിലൊരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ള കാര്യം ഓർക്കുക. ബാക്കി ഈ പറഞ്ഞ പോലെ 103 രാജ്യങ്ങൾ ഇത് കംപ്ലീറ്റ്ലി അബോളിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 36 രാജ്യങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഒരു രീതിയിൽ മറ്റൊരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. 103 രാജ്യങ്ങൾ ഇത് കംപ്ലീറ്റ്ലി അബോളിഷ് ചെയ്തു. കംപ്ലീറ്റ്ലി അബോളിഷ് ചെയ്ത 1-2 രാജ്യങ്ങളുടെ ഇത് നോക്കുവാണെങ്കിൽ, 1-2 റീജിയൻ നോക്കുവാണെങ്കിൽ, ഒന്ന് യൂറോപ്യൻ യൂണിയന്റെ ആർട്ടിക്കിൾ 2 ഓഫ് ചാർട്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രകാരം അവർ ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ കൗൺസിൽ ഓഫ് യൂറോപ്പും 47 രാജ്യങ്ങളുണ്ട്, 47 സ്റ്റേറ്റുകളുണ്ട്, അവരെല്ലാവരും തന്നെ ഈ പറഞ്ഞ ഡെത്ത് പെനാൽറ്റി പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നതാണ്. എന്നാൽ ഈ പറഞ്ഞ പോലെ അതുപോലെ UN ജനറൽ അസംബ്ലി റെസൊല്യൂഷൻസ് ഒക്കെ തന്നെ റീസെന്റ് പറയുന്നത് 2014 UN ജനറൽ അസംബ്ലി റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പാസ്സാക്കിയ റെസൊല്യൂഷൻ നോൺ ബൈൻഡിങ്, താല്പര്യമുള്ള രാജ്യങ്ങൾ അംഗീകരിച്ചാൽ മതി. എന്തിനു വേണ്ടിയിട്ട് കൊണ്ടുവന്ന റെസൊല്യൂഷൻ ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ടു അബോളിഷ് ക്യാപിറ്റൽ പണിഷ്മെന്റ് അല്ലെങ്കിൽ ഡെത്ത് പെനാൽറ്റി അബോളിഷ് ചെയ്യാനുള്ള റെസൊല്യൂഷൻ ആയിരുന്നു UN ജനറൽ അസംബ്ലി ലാസ്റ്റ് 2014, മുമ്പ് 2007, 2008, 10, 12 കാലഘട്ടത്തിലും അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 2014 ലാസ്റ്റ് കൊണ്ടുവന്ന ആ റെസൊല്യൂഷനകത്തും ഡെത്ത് പെനാൽറ്റി അവോയ്ഡ് ചെയ്യാനായിട്ടുള്ളതായിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളിൽ ആരും അംഗീകരിച്ചിട്ടില്ല. ചൈനയും ഇന്ത്യയും US-ഉം ഇന്തോനേഷ്യയും ഒക്കെ തന്നെ കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ പോലെ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് അബോളിഷ് ചെയ്യണമെന്നുള്ള കാര്യത്തിലേക്ക് മുന്നോട്ട് വന്നിട്ടില്ല. ബിക്കോസ് ഈ രാജ്യങ്ങൾ ഇപ്പോഴും ഈ കാര്യങ്ങൾ പിന്തുടരുന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഈ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ റെസൊല്യൂഷനെ എഗെയിൻസ്റ്റ് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ 4 രാജ്യങ്ങൾ, ചൈനയും ഇന്ത്യയും US-ഉം ഇന്തോനേഷ്യയും. അപ്പോൾ ഓർത്തിരിക്കണേ, ചൈന, ഇന്ത്യ, US, ഇന്തോനേഷ്യ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടപ്പാക്കുന്നുണ്ട്, അബോളിഷ് ചെയ്തിട്ടില്ല. ഇനി ഇന്ത്യയുടെ സ്റ്റാറ്റസ് നോക്കുവാണെങ്കിൽ, ഡെത്ത് പെനാൽറ്റി ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ പ്രൊജക്ട് 39A എന്ന് പറയുന്ന ഒരു ലീഗൽ സംഘടനയാണ് ഇത്തരത്തിൽ ഈ പറഞ്ഞ ഡെത്ത് പെനാൽറ്റി അവാർഡ് ചെയ്യുന്ന പ്രിസണേഴ്സിന് നിയമസഹായങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സംഘടനയായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും പ്രൊജക്ട് 39A. ഇവരുടെ റിപ്പോർട്ട് പ്രകാരം സുപ്രീം കോടതി ഈ പറഞ്ഞ പോലെ 2007 തൊട്ട് 2022 വരെ 7 പ്രതികൾക്ക് മാത്രമാണ്, 7 പേർക്ക് മാത്രമാണ് ഡെത്ത് പെനാൽറ്റി അവാർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും ഈ 7 പേരുടെയും കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ 2023 വരെ നോക്കുവാണെങ്കിൽ അവരുടെ ആ ഡെത്ത് പെനാൽറ്റി കമ്മ്യൂട്ടഡ് ടു ലൈഫ്, ജീവപര്യന്തമായിട്ട് അവർ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അതൊന്നും തന്നെ റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസുകളിൽ ഉൾപ്പെടാഞ്ഞ കാരണം. ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ഇന്ത്യയിൽ ഡെത്ത് പെനാൽറ്റി കൊടുക്കുന്നത്, നടപ്പാക്കുന്നത് റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസുകളിൽ മാത്രമായിരിക്കും. അതിപ്പോൾ അന്ന് കേസിൻ്റെ ഒക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അല്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കാണ് 2007 തൊട്ട് 2022 വരെ വിധിച്ച 7 പേരുടെയും ജീവപര്യന്തമാക്കി സുപ്രീം കോടതി മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഈ ഡെത്ത് പെനാൽറ്റി അവോയ്ഡ് ചെയ്തിരിക്കുന്ന ട്രയൽ കോഡുകളാണ്, അല്ലെങ്കിൽ ലോവർ കോർട്ടുകളാണ് കൂടുതലും കൊടുത്തിരിക്കുന്നത്. 98.3% ഡെത്ത് പെനാൽറ്റി കേസുകളും ഇവിടുത്തെ പറഞ്ഞാൽ 165 ഡെത്ത് സെന്റൻസുകളാണ് 2022 മാത്രം ഈ ട്രയൽ കോടതികൾ, വിചാരണ കോടതികൾ ഈ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ 98.3% കേസുകളും മതിയായ തെളിവുകൾ ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ പോലും ഡെത്ത് പെനാൽറ്റി കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവമായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. സോ ഇനി ഇവിടെ ക്യാപിറ്റൽ പണിഷ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സുപ്രീം കോടതി ജഡ്ജ്മെന്റ് എന്ന് അറിഞ്ഞിരിക്കാം. ആദ്യത്തെ ജഡ്ജ്മെന്റ് 1972 ജഗ്മോഹൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP-ലാണ്. ഈ കേസിലാണ് ആദ്യമായിട്ട് സുപ്രീം കോടതി ഡെത്ത് പെനാൽറ്റി അപ്ഹോൾഡ് ചെയ്ത്, കുഴപ്പമില്ല നടപ്പാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് 1972 ജഗ്മോഹൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP-ലാണ് ആദ്യമായിട്ടും സുപ്രീം കോടതി ഡെത്ത് പെനാൽറ്റി അപ്ഹോൾഡ് ചെയ്തെന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ രണ്ടാമതായിട്ട് ഈ പറഞ്ഞ പോലെ സുപ്രീം കോടതി ഈ ഒരു ഡെത്ത് പെനാൽറ്റിയെ കുറിച്ച് പരിശോധിച്ചത് രാജേന്ദ്ര പ്രസാദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP എന്നുള്ള കേസിലായിരുന്നു. ഈ കേസിലാണ് നമ്മൾ ഡെത്ത് പെനാൽറ്റി ഓക്കെ, ബട്ട് സർട്ടൻ കണ്ടീഷൻസിൽ മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ എന്ന് ആദ്യമായിട്ട് സുപ്രീം കോടതി പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കണ്ടീഷനാണ് ദ സ്പെഷ്യൽ റീസൺ ഷുഡ് ബി റെക്കോർഡഡ് ഫോർ ഇമ്പോസിംഗ് ദ ഡെത്ത് പെനാൽറ്റി ഇൻ എ കേസ്. അതിന് സ്പെഷ്യൽ റീസൺസ് റെക്കോർഡ് ചെയ്തിരിക്കണം. രണ്ടാമതായിട്ട് ഒൺലി ഇൻ എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റൻസിലേ കൊടുക്കാൻ പാടുള്ളൂ, ഒൺലി ഇൻ എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റൻസിലെ ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് രാജേന്ദ്ര പ്രസാദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP-ലാണ്. അത് മാത്രമല്ല, ഇങ്ങനെ ഡെത്ത് പെനാൽറ്റി കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവന്റെ അവകാശം, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫിനെ ബാധിക്കുന്നു എന്നുള്ളതും സുപ്രീം കോടതി പറഞ്ഞത് ഈ രാജേന്ദ്ര പ്രസാദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP കേസിലാണ്. എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റെയറസ്റ്റ് ഓഫ് ദ റെയർ. നമ്മൾ ആ വേർഡ് കണ്ടില്ലേ, എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റാൻസ് എന്നുള്ളത് രാജേന്ദ്ര പ്രസാദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP കേസിൽ പറഞ്ഞു. പിന്നീട് ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ആണുള്ള 1980 കേസിലാണ് സുപ്രീം കോടതി ഈ വാക്ക് ഉപയോഗിച്ചത്. റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസുകൾ, റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസുകളിൽ മാത്രമേ ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പാടുള്ളൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞ കേസ് ഏതാണ്? ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP ആണ്. സോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇത്രയാണ് നിലവിൽ ഈ പറഞ്ഞ ഡെത്ത് പെനാൽറ്റിയുമായിട്ട് ബന്ധപ്പെട്ട
ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേസുകളുടെ കാര്യവും നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പി ഒന്ന് ഓർത്തിരിക്കണേ. കാരണം റയറസ്റ്റ് ഓഫ് ദ റെയർ കേസസ് എന്നുള്ളൊരു വാക്ക് സുപ്രീം കോടതി പറഞ്ഞത് ഈ കേസിനകത്താണ്. ഓക്കെ. സോ ഇത്രയും കാര്യമാണ് ആ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ പറഞ്ഞ പോലെ അതിൻ്റെ കേസിൻ്റെ സ്റ്റാറ്റസ് നിലവിൽ ഈ പറഞ്ഞ പോലെ ഡെത്ത് പെനാൽറ്റിയുടെ സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് പ്രധാനമായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കുക. അതായത് നമ്മുടെ പ്രിലിംസ് ബേസ്ഡ് MCQ ആണ്. ഡൽഹി ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു 3 സ്റ്റേറ്റ്മെൻറ്റ് MCQ ആണ്. നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. 4 ഓപ്ഷൻസ് ഉണ്ട്. 3 സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് വായിച്ചിട്ട് ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് കമന്റ് ബോക്സിൽ എല്ലാവരും രേഖപ്പെടുത്തും. ഓക്കെ. പിന്നെ ഡിസ്കസ് ചെയ്ത 4 ടോപ്പിക്സും എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്